ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ പ്രസിഡൻ്റായി 1971 തൃശ്ശൂർ സമ്മേളനത്തിൽ KSUവിൻ്റെ 13ാം സമ്മേളനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അന്ന് നടന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് പ്രിയപ്പെട്ട രമേശ് വന്നത് ആലപ്പുഴ ജില്ല KSU ജില്ലാ കമ്മിറ്റിയുടെ ട്രഷറർ എന്ന നിലയിലാണ്. ഒരു ബസുമായി അന്ന് ലക്ഷങ്ങൾ പങ്കെടുത്ത സമ്മേളനത്തിൽ പ്രകടനത്തിൽ ആലപ്പുഴയിൽ നിന്ന് ഒരു ബസ് പിടിച്ചാണ്, ഒരു ബസ്സിലെ പ്രവർത്തകരെയും കൊണ്ടാണ് അന്നത്തെ KSU ജില്ലാ ട്രഷററായ ആ കൊച്ചു വിദ്യാർത്ഥി അവിടെ എത്തിച്ചേർന്നു. PK ലീവർ അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന ഈ സംരംഭം വളരെ മനോഹരമായി അതിഗംഭീരമായി സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടക സമിതിയെ ശ്രീ രമേശിനെയും സഹപ്രവർത്തകരെയും ആദ്യമായി ഞാൻ ഹാർദമായി അഭിനന്ദിക്കുകയാണ്. നമ്മുടെ നാടിനു വേണ്ടി ത്യാഗനിർഭരമായി പ്രവർത്തിച്ച മഹാന്മാരുടെ, പ്രശസ്ത വ്യക്തികളുടെ ഒരു നിര തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. അവരുടെയൊക്കെ സംഭാവനകൾ പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കാനും സജീവമായി നിലനിർത്താനും എല്ലാ തലത്തിലും വേണ്ടത്ര ശ്രമങ്ങൾ പലപ്പോഴും ഉണ്ടാകാറില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ PKയുടെ കാര്യത്തിൽ സ്മാരക സമിതി വളരെ ഫലപ്രദമായി, കാര്യക്ഷമമായി ഇതുപോലെ വിപുലമായൊരു കൂട്ടായ്മ സംഘടിപ്പിക്കാനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സ്മരണം നിലനിർത്തുന്നതിന് ഔദ്യോഗിക തലത്തിൽ തന്നെ പല നടപടികൾ സ്വീകരിക്കുന്നതിന് ആവശ്യമായ പ്രേരണ ചെലുത്താനും തയ്യാറായി മുന്നോട്ട് വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരു ജീവിതം മുഴുവൻ അർപ്പണബോധത്തോടുകൂടി സമൂഹ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച അത്യുജ്വലമായൊരു വ്യക്തിത്വമാണ് PK ലീവർ. സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു, സർക്കാർ അധ്യാപകനായിരുന്നു അദ്ദേഹം. ആ ജോലി ഉപേക്ഷിച്ചുകൊണ്ടാണ് നാം ആദരിക്കുന്ന AP കറുപ്പൻ അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങളിൽ, ആശയങ്ങളിൽ, ആദർശങ്ങളിൽ ആകൃഷ്ടനായി പൊതുരംഗത്തേക്ക് സജീവമായി വന്നത്. തൻ്റെ ചുറ്റുപാടും പ്രകടമായി കാണുന്ന അനാചാരങ്ങൾ, ദുരാചാരങ്ങൾ, അനീതി, അതിനൊക്കെ പ്രതികരിക്കാനുള്ളൊരു മനസ്സുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയായിരുന്നു. ഇന്നത്തെ തലമുറയ്ക്ക് എനിക്കോ നിങ്ങൾക്കോ നേരിട്ട് അനുഭവിക്കാൻ സാധിക്കാത്ത, കഴിയാത്തൊരു സാഹചര്യം അക്കാലത്തുണ്ടായിരുന്നു. എന്തിനേറെ ഇപ്പോൾ പോലും ഈ കാലഘട്ടത്തിൽ പോലും ജാതിയുടെ പേരിൽ വളരെയേറെ പരാമർശങ്ങൾ ഉയർന്നു വരികയും നമ്മുടെ ഒരു വിദ്യാർത്ഥി നിതിൻ രാജ് ജീവനൊടുക്കേണ്ട സാഹചര്യം എത്തിച്ചേരുകയും ചെയ്യുമ്പോൾ സംവത്സരങ്ങൾക്ക് മുമ്പ് എന്താണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്ന് നമുക്ക് ചിന്തിക്കാനാകും. പൗരസ്വാതന്ത്ര്യമില്ലാതെ, സഞ്ചാര സ്വാതന്ത്ര്യമില്ലാതെ, വ്യക്തി സ്വാതന്ത്ര്യമില്ലാതെ അടിച്ചമർത്തപ്പെട്ട, അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ഒരു ജനത, തനിക്ക് ചുറ്റുമുള്ള ഒരു ജനത, അവരെ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി അവരുടെ അവകാശങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധവൽക്കരണം നടത്തി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവരുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയ പരിശ്രമങ്ങൾ, സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ, അയിത്തം തുടങ്ങിയ അനാചാരങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ, ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ, ഈ രീതിയിൽ സാമൂഹ്യമായി, സാമ്പത്തികമായി മാറ്റങ്ങളിലൂടെ സമൂഹത്തിൻ്റെ
പുരോഗതി ഉറപ്പുവരുത്താൻ വേണ്ടി അദ്ദേഹം നടത്തിയ പരിശ്രമങ്ങൾ എത്രയോ മഹത്തരമാണ് എന്ന് പുതിയ തലമുറ കൃത്യമായും പഠിക്കേണ്ടിയിരിക്കുന്നു. ട്രേഡ് യൂണിയൻ രംഗത്ത് പുതിയ പടവുകൾ അദ്ദേഹം ചവിട്ടിക്കയറി. എനിക്ക് തോന്നുന്നു അക്കാലത്ത് ട്രേഡ് യൂണിയനുകൾക്കൊന്നും വേണ്ടത്ര അവകാശമില്ലാതിരുന്ന ഒരു കാലത്ത് ആദ്യമായി ടാറ്റ ഓയിൽ മിൽസിൽ യൂണിയൻ സംഘടിപ്പിച്ചത്, അവിടെ നടത്തിയ സമരം, ആ സമരം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത്, പിന്നീട് പല തലങ്ങളിലും ട്രേഡ് യൂണിയൻ പ്രവർത്തനം വ്യാപകമാക്കിയത്, കേരളത്തിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെ മുന്നണി നേതാക്കളിൽ, ആദ്യകാല മുന്നണി നേതാക്കളിൽ പ്രമുഖനായിരുന്നു അദ്ദേഹം എന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. സാമൂഹ്യ, സാംസ്കാരിക, സാമ്പത്തിക മണ്ഡലങ്ങളിൽ ഗുണപരമായ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീക്കി അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കെടുത്തിരുന്നു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് അതിന് പിന്തുണയുമായി മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പു സത്യാഗ്രഹം നടത്തിയപ്പോൾ അതിക്രൂരമായ മർദ്ദനമേറ്റ് വീഴാതെ പിടിച്ചു നിന്ന അബ്ദുൾ റഹ്മാൻ സാഹിബിനെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. എങ്കിലും ആ ക്രൂരമായ മർദ്ദനത്തെ തുടർന്ന് അദ്ദേഹം നടത്തിയിരുന്ന അൽ-അമീൻ പത്രം, അതിൻ്റെ പത്രാധിപ സ്ഥാനത്ത് തൽക്കാലത്തേക്ക് തുടർന്ന് പ്രവർത്തിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ അബ്ദുൾ റഹ്മാൻ സാഹിബും അൽ-അമീൻ്റെ അന്നത്തെ മാനേജ്മെന്റും പത്രാധിപരായി കണ്ടെത്തിയത് PK ഡീവറയായിരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം ആ കാലത്ത് എത്രമാത്രം ശ്രദ്ധേയനായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തിരുവിതാംകൂർ കൊച്ചി സംയോജനം ഉണ്ടായപ്പോൾ തിരുക്കൊച്ചി അസംബ്ലിയിൽ അദ്ദേഹം അംഗമായി. അന്ന് പനമ്പള്ളി ഗോവിന്ദമേനോനെ പോലുള്ള മഹാന്മാർ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത നേതാക്കളായിരുന്നു, സഹപ്രവർത്തകരായിരുന്നു. കൊച്ചി നിയമസഭയിലേക്ക് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു ശക്തി പനമ്പള്ളി ഗോവിന്ദമേനോനായിരുന്നു എന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. നിയമസഭാംഗം എന്നുള്ള നിലയിൽ തൻ്റെ ചുമതലകൾ വളരെ വളരെ ഫലപ്രദമായിട്ടാണ് അദ്ദേഹം നിറവേറ്റിയത്. ഞാൻ നിങ്ങൾക്കും കൗതുകമുള്ളൊരു കാര്യമായിരിക്കും, നിയമസഭയിൽ അക്കാലത്ത് അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ ചിലത് ഒന്ന് ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് കൊച്ചിൻ ഫ്രീ കമ്പൽസറി പ്രൈമറി എഡ്യൂക്കേഷൻ ബിൽ 2/11/1946 കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിൽ അദ്ദേഹം നടത്തിയ മികച്ച ഒരു പ്രസംഗം, അർത്ഥപൂർണമായ ഒരു പ്രസംഗത്തിൻ്റെ ചില വരികൾ മാത്രം ഞാനിവിടെ ഉദ്ധരിക്കട്ടെ. ഞാൻ ഈ ബില്ലിനെ ഹൃദയപൂർവ്വം അനുകൂലിക്കുന്നു. വിദ്യാഭ്യാസം സാർവത്രികമാക്കാൻ നിർബന്ധം കൂടാതെ തന്നെ സാധിക്കുമെന്ന് നമ്മളുടെ ഗവൺമെൻറ് വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഈ നിയമസഭയുടെ ആരംഭം മുതൽ വിദ്യാഭ്യാസം നിർബന്ധമാക്കണമെന്ന മുറവിളി ഉണ്ടായിട്ടുള്ളപ്പോഴൊക്കെ അതിനെ ആവർത്തിച്ച് ഗവൺമെൻറ് മറുപടി പറഞ്ഞിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിലെ ഇന്നത്തെ വിദ്യാഭ്യാസ പുരോഗതി നോക്കുമ്പോൾ നിർബന്ധം കൂടാതെ തന്നെ വിദ്യാഭ്യാസം സാർവത്രികമാക്കാമെന്നാണ്. നാം സ്വാതന്ത്ര്യത്തെപ്പറ്റിയും മറ്റും പലതും പറയുന്നുണ്ട്. എന്നാൽ മനുഷ്യന് വേണ്ടതായ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം സാമ്പത്തിക സ്വാതന്ത്ര്യമാണ്. ഇന്ന് സ്ത്രീകൾക്കുള്ള എല്ലാ അവശതകളും സാമ്പത്തിക സ്വാതന്ത്ര്യം ഇല്ലാത്തത് കൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ്. ഭാരതത്തിന് രാഷ്ട്രീയ സ്വാതന്ത്ര്യം കൈവന്നു എന്ന് നാം എല്ലാം ആമോദിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പോലും ഭാരതത്തിലെ ജനത അതുകൊണ്ട് തൃപ്തിപ്പെടാതെ അതിനെതിരായി നിന്നുകൊണ്ട് മനുഷ്യന് ഏറ്റവും ആവശ്യമായ സാമ്പത്തിക സ്വാതന്ത്ര്യത്തെ മോഹിച്ചുകൊണ്ട് ഒരു വിപ്ലവം തന്നെ ഉണ്ടാക്കാൻ മോഹിക്കുന്നു. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് മനുഷ്യന് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം സാമ്പത്തിക സ്വാതന്ത്ര്യം ആണെന്നാണ്.
സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആ അവകാശം നിഷേധിക്കപ്പെടുന്നത് വളരെ അന്യായമാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയും ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് അവസാനിപ്പിക്കാം. തിരുവിതാംകൂർ കൊച്ചി നിയമസഭയിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം, ആ പ്രസംഗം ഇതാണ്. അതായത് നിയമനിർമ്മാണത്തോടനുബന്ധിച്ച് അദ്ദേഹം നടത്തിയ പ്രസംഗം, അതായത് ഹൈക്കോടതി ബില്ലിനെ കുറിച്ചുള്ള ട്രാവൻകൂർ കൊച്ചിൻ ഹൈക്കോടതി ബിൽ, ആ ബില്ലിൻ്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞതാണ്, ഈശ്വരനെ പിടിച്ച് ആണയിടുന്ന ആളുകൾ കൊള്ളരുതാത്തവരും കൊള്ളക്കാരുമായിരിക്കുന്നത് നാം കാണുന്നുണ്ട്. അതേ സമയത്ത് ഈശ്വര വിശ്വാസം ഇല്ലാത്തവർ സ്വഭാവശുദ്ധിയുള്ളവരും സത്യസന്ധരുമായി ഇരിക്കുന്നതുമായി കാണുന്നുണ്ട്. അതുകൊണ്ട് ഈശ്വരനെ പിടിച്ച് ആണയിടുന്നു എന്നുള്ളതല്ല, സ്വഭാവശുദ്ധിയാണ് പ്രധാനമായി നോക്കേണ്ടത്. ഹൈക്കോടതി ജഡ്ജിമാരുടെ കാര്യത്തിലും ഈശ്വര വിശ്വാസത്തേക്കാൾ സ്വഭാവശുദ്ധിയും മനസാക്ഷിയുമാണ് പ്രധാനമായി നോക്കേണ്ടത്. അതുകൊണ്ട് നിസ്സാരമായ ഈ ഭേദഗതി കൊണ്ടുവന്ന് നമ്മുടെ വിലയേറിയ സമയം കളയരുത്. ഈശ്വരനെ പറ്റി സത്യവാദികൾ ചൊല്ലാത്ത ഹൈക്കോടതി ജഡ്ജിമാർ യോഗ്യന്മാരാകുകയില്ല എന്നുള്ള വിശ്വാസം തെറ്റാണ്. മനസാക്ഷി അനുസരിച്ച് മര്യാദയോടും നീതിനിഷ്ഠയോടും സത്യസന്ധതയോടും കൂടി ജീവിക്കുന്ന ആളുകൾ ഹൈക്കോടതി ജഡ്ജിമാരായി നിയമിക്കുന്നത് കൊണ്ട് യാതൊരു ദോഷവും വരുന്നില്ല. അതിനാണ് ഈ ഭേദഗതി പിൻവലിക്കുന്നത്. ഞാൻ പറഞ്ഞ എത്ര കൃത്യമായ രീതിയിലാണ് അദ്ദേഹം നിയമസഭയിലെ തൻ്റെ അംഗത്വം ഫലപ്രദമായി വിനിയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്നത്തെ നമ്മുടെ പാർലമെന്റിലെ ഇരുസഭകളുടെയും നിയമസഭകളുടെയും പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ PK ലീവർ ഉൾപ്പെടെയുള്ള പഴയ തലമുറ സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യത്തിന് ശേഷവും സഭയിൽ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങൾ, സഭാ നടപടികളെ അർത്ഥപൂർണമായി ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു ശൈലി എത്രയോ മാതൃകാപരമാണ്, അംഗീകരിക്കപ്പെടേണ്ടതാണ്. എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിലും പാർലമെന്ററി രംഗത്തേക്ക് കടന്നു വരുന്നവർക്ക് ഒരു പ്രചോദനമാണ്, മാതൃകയാണ് മാതൃകയനായ PK ലീവർ എന്ന അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പശ്ചാത്തലത്തിലാണല്ലോ നമ്മൾ നിൽക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നാം ചർച്ച ചെയ്യാറുണ്ട്, ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ ചർച്ചകളും മാധ്യമങ്ങളും സജീവമാകാറുണ്ട്, സമൂഹവും സജീവമാകാറുണ്ട്. പക്ഷേ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്ന ഒരു അഭിപ്രായം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, രാഷ്ട്രീയ സംവിധാനങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന മാനിഫെസ്റ്റോ അത് എത്രമാത്രം നടപ്പാക്കുന്നുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് പിന്നീടൊരു വിലയിരുത്തൽ ഫലപ്രദമായി വേണ്ടത്ര ഉണ്ടാകാറുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി എൻ്റെ മനസ്സിൽ വരാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. തെരഞ്ഞെടുത്ത ജനങ്ങളോട് 100% നീതി പുലർത്തിയ PK ലീവറെ പോലെയുള്ള മഹാനുഭാവന്മാർ നിയമസഭാ വേദികളെ എത്ര ഫലപ്രദമായി വിനിയോഗിച്ചു, രാഷ്ട്രീയ സംവിധാനത്തെ എത്ര കൃത്യമായി ജനനന്മയ്ക്ക് വേണ്ടി വിനിയോഗിച്ചു, എത്ര ഫലപ്രദമായി വിനിയോഗിച്ചു എന്നുള്ളത് ചർച്ച ചെയ്യുന്ന അവസരത്തിൽ നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ഈ തരത്തിലുള്ള സ്ഥിതിഗതികളെക്കുറിച്ച് രാഷ്ട്രീയ സമൂഹവും നിയമസമൂഹവും ഗൗരവമായി ചർച്ച ചെയ്യുന്നതിന് PK ലീവറുടെ ഓർമ്മകൾ പ്രചോദനകരമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ നിർദ്ദേശിച്ചു. ഇവിടെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പുരസ്കാരം ഈ സമിതി നൽകുന്നതിന് തിരഞ്ഞെടുത്തത് പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തലയെയാണ്. കേരളീയ സമൂഹത്തിന്, ദേശീയ രാഷ്ട്രീയത്തിന് ഒരു പരിചയപ്പെടുത്താൻ ആവശ്യമില്ലാത്ത സവിശേഷമായ ഒരു വ്യക്തിത്വമാണ് രമേശ് ചെന്നിത്തലയുടെ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ പ്രസിഡന്റായി 1971 തൃശ്ശൂർ സമ്മേളനത്തിൽ KSUവിൻ്റെ 13ാം സമ്മേളനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അന്ന് നടന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് പ്രിയപ്പെട്ട രമേശ് വന്നത് ആലപ്പുഴ ജില്ല KSU
ജില്ലാ കമ്മിറ്റിയുടെ ട്രഷറർ എന്ന നിലയിലാണ്. ഒരു ബസ്സുമായി അന്ന് ലക്ഷങ്ങൾ പങ്കെടുത്ത സമ്മേളനത്തിൽ പ്രകടനത്തിൽ ആലപ്പുഴയിൽ നിന്ന് ഒരു ബസ് പിടിച്ചാണ്, ഒരു ബസ്സിലെ പ്രവർത്തകരെയും കൊണ്ടാണ് അന്നത്തെ KSU ജില്ലാ ട്രഷററായ ആ കൊച്ചു വിദ്യാർത്ഥി അവിടെ എത്തിച്ചേർന്നു. പിന്നീട് KSU പ്രവർത്തനത്തിൽ മുന്നോട്ട് പോയി. കേരള വിദ്യാർത്ഥി യൂണിയന്റെ അധ്യക്ഷനായി. ദേശീയ തലത്തിൽ KSU-വിൽ നിന്നും അതുപോലെ ബംഗാളിലെ ഛത്രപരിഷത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് പിൽക്കാലത്ത് ശ്രീ വയലാരവി മുൻകൈയെടുത്ത് ഇന്ദിരാഗാന്ധിയുടെ അനുഗ്രഹത്തോടുകൂടി ദേശീയ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുന്നത് നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ആ നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ ആദ്യകാലത്തെ പ്രസിഡന്റ് രംഗരാജൻ കുമരമംഗലമാണ്. ആദ്യത്തെ കൺവീനർ, അതിനു മുമ്പായത് കൺവീനർ കേരളീയനായ TG വിശ്വനാഥൻ നായർ. പിന്നീട് ശ്രീ KC ജോസഫ് അവരൊക്കെ, മോഹൻ ഗോപാൽ അവരൊക്കെ ഭാരവാഹികളായി വന്നു. വർഷങ്ങൾക്ക് ശേഷം NSU-ആയി ദേശീയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് പ്രിയപ്പെട്ട ചന്ദ്രശേഖരൻ. പിന്നീട് അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി, കേരള യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി, ദേശീയ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ദിരാഗാന്ധിക്കും രാജീവ് ഗാന്ധിക്കും പ്രിയപ്പെട്ടവനായി മാറി. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് അക്കാലത്ത് തന്നെ പ്രത്യേകമായി ക്ഷണിക്കപ്പെട്ടു. നിയമസഭയിലേക്ക് വന്നു. അന്ന് ചെറുപ്രായത്തിൽ നിയമസഭാംഗമായി. ഞാൻ നിയമസഭ സ്പീക്കറായിരിക്കുന്ന കാലത്താണ് 1985 അന്ന് രമേശ് 26-ാം വയസ്സിൽ മന്ത്രിയായി കടന്നു വരുന്നത്. ഞാൻ ഓർക്കുമ്പോൾ ആദ്യത്തെ ചോദ്യോത്തര വേള ഞാൻ ഒന്ന് ശ്രദ്ധിക്കുകയായിരുന്നു രമേശിന്. ആദ്യമായി മന്ത്രിയായി 26-കാരൻ്റെ പെർഫോമൻസ് ഞങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു. ഒരു പതറിച്ച കൂടാതെ തെല്ലും പതറാതെ പരിചയസമ്പന്നനായ ഒരു പാർലമെന്റേറിയൻ്റെ ഭാവത്തിൽ തന്നെ സഭയുടെ എല്ലാ ഭാഗത്തു നിന്നും ഭരണകക്ഷി തലത്തിലും പ്രതിപക്ഷ തലത്തിലും പ്രശംസയ്ക്ക് പാത്രീഭൂതനായി അദ്ദേഹം അത് കൈകാര്യം ചെയ്യുന്നത് എനിക്കിന്നും മറക്കാനാവാത്ത ഒരു അനുഭവമാണ്. ആ രീതിയിൽ മികച്ച പാർലമെന്റേറിയനായി പിന്നീട് പാർലമെന്റിലേക്ക് വന്നു. ഞങ്ങൾ ഒരുമിച്ചും പാർലമെന്റിലുണ്ടായിരുന്നു. കേരളത്തിൻ്റെ വികസന രംഗത്ത് ഒരുപാട് റെയിൽവേ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചത് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു.